കർക്കിടകവാവിന് ശേഷം മഹാസമ്പന്നയോഗം കാണുന്ന നക്ഷത്രക്കാർ. കർക്കിടകവാവിന് ശേഷമുള്ള ഗ്രഹനില മാറ്റങ്ങളും പ്രത്യേകിച്ച് ചിങ്ങമാസത്തിലെ സൂര്യസംക്രമണവും വ്യാഴം, ശുക്രൻ എന്നിവയുടെ സ്ഥാനങ്ങളും ജാതകത്തിലെ ധനസ്ഥാനത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുവെന്ന് ഓരോ നക്ഷത്രക്കാർക്കും വിശദമായി പറയാം. രോഹിണി സാമ്പത്തിക മേഖല. വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി കാരണം കടബാധ്യതകൾ കുറയാനും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സാധിക്കും. തൊഴിൽ ബിസിനസ് മേഖലകളിൽ വിദേശത്തു നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കും. കച്ചവടക്കാർക്ക് വലിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുയോജ്യമായ സമയമാണിത്. ശ്രദ്ധിക്കേണ്ട കാര്യം, അനാവശ്യ ആഡംബര ചെലവുകൾ നിയന്ത്രിച്ചാൽ സമ്പത്ത് വീണ്ടും വർദ്ധിക്കും. മകം സാമ്പത്തിക മേഖല. ചിങ്ങമാസത്തിലെ സൂര്യന്റെ സ്വന്തം രാശിയിലേക്കുള്ള സംക്രമണം കാരണം വലിയ രാജയോഗവും ആത്മവിശ്വാസവും ഉണ്ടാകും. തൊഴിൽ ബിസിനസ് മേഖലയിൽ ബിസിനസ്സിൽ പുതിയ പങ്കാളികളെ ലഭിക്കുകയും വലിയ ലാഭം ഉണ്ടാകുകയും ചെയ്യും. പ്രൊമോഷൻ, ശമ്പള വർധനവ് എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, മുൻകാലങ്ങളിൽ മുടങ്ങിപ്പോയ വലിയ തുകകൾ തിരിച്ചു കിട്ടും. വിശാഖം സാമ്പത്തിക മേഖല. ലഗ്നാധിപന്റെയും ധനാധിപന്റെയും മാറ്റങ്ങൾ സാമ്പത്തിക സ്ഥിതി വളരെ വേഗത്തിൽ മെച്ചപ്പെടുത്തും. തൊഴിൽ ബിസിനസ് മേഖലയിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഏറ്റവും നല്ല സമയമാണിത്. ബാങ്ക് വായ്പകൾ വളരെ എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം, കുടുംബസ്വത്ത് അല്ലെങ്കിൽ പിതൃസ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ട് കയ്യിൽ പണം വന്നു ചേരും. ഉത്രാടം സാമ്പത്തിക മേഖല. റിയൽ എസ്റ്റേറ്റ്, ഭൂമി ഇടപാടുകൾ എന്നിവയിൽ വലിയ രീതിയിലുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. തൊഴിൽ ബിസിനസ് മേഖലകളിൽ പഴയ സാമ്പത്തിക നഷ്ടങ്ങൾ നികത്തപ്പെടും. കരാർ ജോലികൾ, കൺസ്ട്രക്ഷൻ രംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പുരോഗതി ഉണ്ടാകും. ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായ സാമ്പത്തിക ആസൂത്രണം വഴി പണം ദീർഘകാല നിക്ഷേപങ്ങളാക്കി മാറ്റാൻ സാധിക്കും. അടുത്തത് ഉത്രട്ടാതി സാമ്പത്തിക മേഖല. അപ്രതീക്ഷിത ധനയോഗമാണ് ഇവർക്ക് പ്രധാന ആകർഷണം. ഷെയർ മാർക്കറ്റ്, ലോട്ടറി, ക്രിപ്റ്റോ അല്ലെങ്കിൽ പ്രൈസ് ചിട്ടികൾ വഴി ധനം വരാൻ സാധ്യതയുണ്ട്. തൊഴിൽ ബിസിനസ് മേഖലകളിൽ IT, ആർട്ട്, മീഡിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക വളർച്ചയും അംഗീകാരവും ഒരുമിച്ച് ലഭിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, വരുമാനം പെട്ടെന്ന് കൂടുമെങ്കിലും പണം സൂക്ഷിച്ച് ചെലവഴിക്കേണ്ടതുണ്ട്. അശ്വതി സാമ്പത്തിക മേഖല. വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും അനുകൂല മാറ്റങ്ങൾ കാരണം സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറും. തൊഴിലിൽ നിന്നും ബിസിനസ്സിൽ നിന്നും മികച്ച വരുമാനം ലഭിക്കും. സവിശേഷത, പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങാനോ വസ്തുവകകളിൽ നിക്ഷേപിക്കാനോ ഉള്ള യോഗമുണ്ട്. പുണർദം സാമ്പത്തിക മേഖല. പ്രതിസന്ധികൾ മാറി ധനപ്രവാഹമുണ്ടാകും. കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കാനും കടബാധ്യതകൾ തീർക്കാനും സാധിക്കും. സവിശേഷത, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും മികച്ച സാമ്പത്തിക നേട്ടം ലഭിക്കും. അത്തം സാമ്പത്തിക മേഖല. ബുധന്റെയും വ്യാഴത്തിൻ്റെയും കൃപയാൽ ആസൂത്രിതമായി പണം സമ്പാദിക്കാൻ കഴിയും. ബിസിനസ് വ്യാപനത്തിലൂടെ വൻ ലാഭം പ്രതീക്ഷിക്കാം. സവിശേഷത, പങ്കാളിത്ത വ്യാപാരികൾക്ക് അപ്രതീക്ഷിത സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക സുരക്ഷിതത്വവും ലഭിക്കും. അനിഴം സാമ്പത്തിക മേഖല. ഭാഗ്യസ്ഥാനത്തിന്റെ ഫലം കാരണം കഠിനാധ്വാനത്തിന് അനുയോജ്യമായ സാമ്പത്തിക ഫലം ലഭിക്കും. സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും സാധ്യമാണ്. സവിശേഷത, കലാ സാംസ്കാരിക രംഗത്തും ഫ്രീലാൻസ് ജോലികളിലും പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി മികച്ച സമയമാണ്. തിരുവോണം സാമ്പത്തിക മേഖല. കർമ്മസ്ഥാനത്തെ അനുകൂല മാറ്റങ്ങൾ സാമ്പത്തിക സ്ഥിതി വളരെ വേഗത്തിൽ ഉയർത്തും. പുതിയ ബിസിനസ് ആശയങ്ങൾ നടപ്പിലാക്കാൻ പണം കണ്ടെത്തും.
സവിശേഷത: മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭം കയ്യിലെത്തും. ചതയം സാമ്പത്തിക മേഖല: പെട്ടെന്നുള്ള സാമ്പത്തിക ലാഭങ്ങൾക്കും അപ്രതീക്ഷിത ധനയോഗത്തിനും സാധ്യതയുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ കുറഞ്ഞു തുടങ്ങും. സവിശേഷത: IT, റിസർച്ച്, വിദേശ വ്യാപാരം എന്നിവയിൽ ഉള്ളവർക്ക് വലിയ തുക വരുമാനമായി ലഭിക്കും.